എന്ന് പറഞ്ഞല്ലോ അവർ. ഞാനിവിടെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കോൺഗ്രസ്സുകാരൻ തന്നെയാണ് എന്നാണ്. മാത്രമല്ല ഈ വാർഡ് യഥാർത്ഥത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയാണ്. ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ആര്യാടും ഷൗക്കത്തും തമ്മിൽ നല്ല സൗഹൃദമുള്ള ആ രീതിയിലൊരു ബന്ധമുള്ള ഒരാൾ കൂടിയാണ്. ഇവനാണെങ്കിൽ കോൺഗ്രസ്സുകാരനാണ് എന്ന് ഇപ്പോൾ ഇവിടെ നാട്ടുകാർ ഇവിടെ തന്നെ പറയേണ്ടായി. അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലാണ് വളരെ ഗൗരവപൂർണമായൊരു അന്വേഷണം നടക്കേണ്ടത്. കാരണം ഇത് പെട്ടെന്ന് തന്നെ കോൺഗ്രസ് ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. ഈ ഭാഗത്ത് ഇന്നലെ രാത്രി വരെ ബോർഡോ പോസ്റ്ററോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി ഈ സംഭവം നടന്നതിന് ശേഷം ഈ ഭാഗത്ത് കോൺഗ്രസിന്റെ പോസ്റ്ററും ബോർഡും എല്ലാം കൊണ്ടുപോവുകയില്ല. കാരണം ഇന്ന് ആളുകളൊക്കെ ഇങ്ങോട്ട് വരും എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ ആസൂത്രിതമായ രീതിയിലൊരു പദ്ധതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. ആ നടന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താന്ന് പറയാൻ പറ്റില്ല. കാരണം പന്നിക്ക് വെച്ചാൽ മനുഷ്യനും ബാധകല്ലേ. ഇതിനു മുമ്പ് ഇവിടെ ഇതേപോലെ തന്നെ കോൺഗ്രസ്സുകാരൻ മരിച്ചിട്ടുണ്ട്. അന്ന് ഒരു പ്രതിഷേധവുമില്ല, ഒരാളും വന്നിട്ടുമില്ല. അത് കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ഒരാളാണ് മരിച്ചത്. ഇതേപോലെ തന്നെ സംഭവത്തിൽ ഈ ഇൻസിഡന്റിന്റെ പിന്നിൽ എന്താണെന്ന് കണ്ടെത്തണം. അല്ല, മന്ത്രി തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അന്വേഷണം ചെല്ലണം. എന്താ ചെല്ലാണ്ട് അതിലേക്ക് അന്വേഷിക്കണം, അത് ഉൾപ്പെടെ അന്വേഷിക്കണം. സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് ഞങ്ങൾക്കിപ്പോൾ പറയാൻ സാധിക്കില്ലല്ലോ. അന്വേഷിച്ചാലേ മനസ്സിലാവുള്ളൂ. ഫോൺ കോൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നില്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു സംഭവം എല്ലാം കൂടി ചേർത്ത് ഒപ്പം വെച്ച് പരിശോധിച്ചിട്ടില്ലേ? പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പരിശോധിച്ചതിന്റെ ഭാഗമായിട്ടല്ലേ പ്രതിയെ കിട്ടിയത്. പ്രതിയെ കിട്ടിയ ഒരാൾ കോൺഗ്രസ് ആണ്. ഇവിടുത്തെ വാർഡ് വൈസ് പ്രസിഡന്റാണ്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവായ ഷൗക്കത്തുമായി നല്ല ബന്ധമുള്ള ഒരാളുമാണ്. ആ നിമിഷം തന്നെയാണ് കാര്യങ്ങൾ മുഴുവൻ രാജ്യത്ത് മുഴുവൻ പരസ്യപ്പെടുത്തുന്നത്. ആ പരസ്യപ്പെടുത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിജയരാഘവൻ ഉൾപ്പെടെ തടയുന്നത്. അപ്പോൾ അതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ഇതിന്റെ അകത്ത് ദുരൂഹതയുണ്ട്. ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന പിന്നെന്താ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താന്ന് അങ്ങനെ ധാരണ മുതലെടുപ്പല്ലാണ്ട് പറയാൻ ഇതിനകത്ത് അത് ഉൾപ്പെടെ പരിശോധിക്കേണ്ടിയാണോ? നല്ല സീരിയസ് ആയി പരിശോധിക്കണം. അതായത് പോലീസിന്റെ അന്വേഷണം ശക്തിപ്പെടുത്തണം. അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം. അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. ഒന്നുകൊണ്ട് വ്യക്തമായില്ല ഇവിടെ. ഇവർ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നല്ലോ. നാട്ടുകാർ ഇപ്പൊ നിങ്ങളുടെ മുമ്പിലല്ലേ പറഞ്ഞത് കോൺഗ്രസ് ആണെന്ന്. വാർഡ് മെമ്പർ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നേതാക്കന്മാരുമായിട്ട് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയായിട്ട് ബന്ധമുണ്ട്. ഇതെല്ലാം പരസ്യമായിട്ട് വന്നിട്ടില്ല. നിങ്ങളെല്ലാം മുമ്പിൽ വന്നെയാണ്. എന്റെ മുമ്പിൽ വന്ന പോലെ തന്നെ നിങ്ങളുടെ മുമ്പിലും വന്നെയാണ്. സംഭവം മുഴുവൻ എല്ലാ ചാനലും കൃത്യമായി കാണിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം. അതിൽ ഗവൺമെന്റിന് യാതൊരു പങ്കുമില്ല, KSEBക്ക് പങ്കില്ല. പങ്കുള്ളത് കള്ളത്തരത്തിൽ ഇലക്ട്രിസിറ്റി ചൂഷണം ചെയ്ത് ഈ രീതിയിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തതാണ്. അദ്ദേഹത്തെ കിട്ടുകയും ചെയ്തു. ഇനിയിപ്പോൾ അതിന്റെ പിന്നിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് കണ്ടെത്തുന്നത്. അല്ല, ഇതിപ്പോ തന്നെ ഇങ്ങനെയുള്ള സംഭവം നടത്തുന്നതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് പ്രശ്നം. സൃഷ്ടിക്കപ്പെട്ടതാണോ എന്നുള്ളത് അന്വേഷിക്കണം. അതാ ഞാൻ പറഞ്ഞത്. അതായത് UDF ഇനി എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, മാധ്യമങ്ങളോട് ഞാൻ പറയുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ 2026 മെയ് വരെ UDF എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ ഇതിനിടയിൽ പറഞ്ഞാണ്, ഇപ്പോൾ വീണ്ടും പറയാണ്. ഈ ഇൻസിഡന്റിന്റെ മുമ്പിൽ നിന്നിട്ടാണ് ഞാൻ പറയുന്നത്. എന്തും ചെയ്യും, യാതൊരു മടിയില്ലാത്ത സീസാണ്. കാരണം അവർക്ക് രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും നേരിടാനില്ല. അവർക്കത് മനസ്സിലായി. അന്ന് ഇത്രത്തോളം നേതാക്കളോട് എത്തിയിരുന്നില്ല. ഒരാളും വന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അല്ല, ഞാൻ വന്നത് എന്തുകൊണ്ടാണ്?
ഞങ്ങളുടെ കുടുംബത്തെ പറ്റിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയത്. കോൺഗ്രസ്സുകാരന്റെ കുടുംബത്തെ പറ്റിയ ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇപ്പോഴല്ലേ ഇവിടെ ഇലക്ഷന്റെ ഭാഗമായിട്ടല്ലേ വരുന്നത്. അല്ലാതെ ഞങ്ങളൊക്കെ അന്നും വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സഹാക്കളൊക്കെ അന്നും വന്നിട്ടുണ്ട്. ഇനിയും വരും. ഇനി ഇലക്ഷൻ ഭാഗം എന്ന് പറഞ്ഞൊന്നല്ല. ഇന്നിപ്പോ ഇത് ഇലക്ഷൻ ഭാഗം ഞങ്ങളെല്ലാം കൂടി ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കുടുംബത്തെ പറ്റിയിട്ടുള്ള ഒരു അപകടം തീർച്ചയായിട്ടും വരണ്ടേ? വരണോ? വരണോ? അല്ല, ഞങ്ങൾ വരണോന്ന്. തെരഞ്ഞെടുപ്പ് ഞങ്ങളല്ലല്ലോ മുതലെടുക്കാൻ വേണ്ടി പുറപ്പെട്ട് ഹർത്താൽ ഉൾപ്പെടെ നടത്താൻ വേണ്ടി തീരുമാനിച്ച് പുറപ്പെട്ടവര് ഇപ്പൊ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. മനസ്സിലായോ നിങ്ങൾ? ഞങ്ങൾ ഇതൊന്നും മനസ്സിലായില്ല. നിങ്ങൾ ഇരിക്കണ്ട. എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചതാണ്. പോസ്റ്റർ ഉൾപ്പെടെ ഒട്ടിച്ചതിന്റെ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള പൊക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗൌരവതരമായ പ്രശ്നം യഥാർത്ഥത്തിൽ അവർക്കത് മുമ്പത്തെ പോലെ സണ്ണീനെ കൊണ്ടാണ് അത് ആദ്യം നിഷേധിച്ചത്. സണ്ണിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. സണ്ണി കേവലമായിട്ട് കാറിൽ ഇരുന്നിട്ട് നിഷേധിക്കുക. ഇതെല്ലാം ഞാൻ നിഷേധിക്കുന്നു. നിഷേധിക്കാതെ ഇവിടെയുള്ള സംഭവം മുഴുവൻ മനസ്സിലാക്കിയല്ലേ നിഷേധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഷൗക്കത്തോട് ചോദിച്ചപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. അവർ ആ സംഭവം നടന്നു കഴിഞ്ഞ ഉടനെ ഒന്നും പറഞ്ഞിട്ടില്ല. മനമന്ത്രിയാണ്. പാർട്ടിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിന് സംഭവം നടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും സംശയിക്കാൻ പറ്റുമോ? വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പരിശോധിക്കട്ടെ. ഞാനിപ്പോ ആര് പറഞ്ഞു എന്നുള്ളത് ഇനി ആരും പറഞ്ഞില്ലെങ്കിലും പരിശോധിച്ചാൽ മനസ്സിലാവുമല്ലോ. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? സാധാരണ പന്നീനെ പിടിക്കുന്നത് മാത്രമാണോ? മനുഷ്യനെ പെട്ടുപോയതാണോ? ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കട്ടെ. പരിശോധിക്കുന്ന നിങ്ങൾക്ക് എന്തിനാണ് വിഷം ഉണ്ടാവേണ്ടത്? കോൺഗ്രസ്സാണ്. അതായത് ഇവിടെ പന്നി ഇഷ്ടം പോലെ പന്നിയുണ്ട്. ഇവിടെ പന്നീനെ വെടിവെക്കാൻ ലൈസൻസ് ഉള്ള ആളുമുണ്ട് ഇവിടെ. പക്ഷേ ഈ പഞ്ചായത്ത് പന്നിയെ വെടിവെച്ച് കൊല്ലുന്നതിന് പോലെയുള്ള ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. പന്നിയുണ്ട് ഇഷ്ടം പോലെ. പന്നീനെ വെടിവെക്കാൻ ആൾ കൂടിയിട്ടുണ്ട്. എന്നാൽ പന്നിയെ പിടിക്കാൻ വേണ്ടിയിട്ട് കെണിവെക്കുന്നവർക്കാണ് പിന്തുണ. അത് കോൺഗ്രസിന്റെ തന്നെ ആളായിട്ട് നിൽക്കുകയും ചെയ്യുക. അതാ പ്രശ്നം. KCB എന്ത് അതെ, അവരവിടെ നോക്കിയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ എന്തിനാ പിന്തുണ കൊടുക്കേണ്ട കാര്യം? ഇനി ആരെങ്കിലും പിന്തുണ കൊടുത്തിട്ടുണ്ടോ? പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും